Hello friends, welcome to my YouTube channel Andro Creations. നമ്മുടെ ഫോൺ പൊളിക്കുന്ന രീതി പല വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ചില ഫോണുകളുടെയൊക്കെ ഗ്ലാസ് ഫ്രണ്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് ഫോൺ പൊളിച്ച് മദർ ബോർഡും അതുപോലെ ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഫോണുകളുടെ ബാക്ക് കവർ റിമൂവ് ചെയ്യുന്ന വീഡിയോസുകൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലാസ് ടൈപ്പ് ബാക്ക് ഗ്ലാസ് ടൈപ്പുള്ള ഒരു ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ചില ഫോണുകൾ ഇപ്പോൾ ഇറങ്ങുന്ന ചില ഫോണുകളൊക്കെ ഗ്ലാസ് ടൈപ്പ് സ്റ്റിക്കായിട്ട് ഒട്ടിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ഹീറ്റൊക്കെ ചെയ്തൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലാസ് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറിലല്ല ചെയ്യുന്നത് എങ്കിൽ നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് കവർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ സേഫായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതുപോലുള്ള വീഡിയോസിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. ഓക്കെ, അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പോക്കോ X2 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന് ഗ്ലാസ് പുള്ളർ, ഒരു ചെറിയൊരു ഗ്ലാസ് പുള്ളർ വേണം. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ ഒരു 10, 15, 20 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു ഗ്ലാസ് പുള്ളർ കിട്ടും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹീറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എയർ കൊടുക്കേണ്ടതായിട്ട് വരും. എയർ കൊടുക്കുന്നതിനായിട്ട് നമുക്കൊരു ബ്ലോവർ ആവശ്യമാണ്. നമുക്ക് ഒരു എയർ ഹീറ്റിംഗ് ബ്ലോവർ ആവശ്യമാണ്, SMD ബ്ലോവർ ആവശ്യമാണ്. നിങ്ങളുടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ചാലും മതി. ഓക്കെ, പക്ഷേ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ പിന്നീട് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ കവർ വരും, ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ നമുക്കിതും അത്യാവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ പറയുന്ന ഗ്ലാസ് വാക്വമിൻ്റെ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വലുതായിട്ട് പിടിക്കല് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പേപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രൊട്ടക്ഷൻ്റെ ഈ ഇത് കവറ് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പിലേക്ക് തള്ളി വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ അങ്ങ് അടുപ്പിച്ച് കൊടുക്കൽ, വളരെ ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. വലിയ രീതിയിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. നടുക്കൊരിക്കലും ചെയ്യരുത്. ഇവിടെ ബാറ്ററി വരുന്ന ഭാഗമായതുകൊണ്ട് വളരെ ഹീറ്റ് അനുഭവപ്പെടും. ചിലപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സ്റ്റിക്ക് ഒട്ടിച്ചിരിക്കുന്ന മിക്കവാറുമൊക്കെ ഇത്തരം പോർഷനിലായിരിക്കും. അതുകൊണ്ട് ഇത്തരം പോർഷൻ മാത്രമേ നിങ്ങൾ ഹീറ്റ് കൊടുക്കാവൂ. നടുക്കൊന്നും ഹീറ്റ് കൊടുക്കരുത്. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ എന്തിനു ശേഷം ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലേക്ക് ഈ ഒരു ടെമ്പേർഡ് ഗ്ലാസിൻ്റെ ഒരു ഇത് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക, എവിടെയെങ്കിലുമൊക്കെ ടൈറ്റായിട്ടല്ലാതെ നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും ടൈറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗ്യാപ്പ് അടുപ്പിക്കൽ, വളരെ കുറച്ച് നല്ല ഗ്യാപ്പിലിട്ട് വളരെ ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പോർഷൻസുകളെല്ലാം ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 4 കോണുകളും ഭാഗങ്ങളും നല്ല രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. വലിയ രീതിയിൽ ഹീറ്റ് ചെയ്യരുത്, ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത് പതുക്കെ കൊണ്ടുവരിക. എവിടെയെങ്കിലും നല്ല ടൈറ്റ് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ആ ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കോണായിരിക്കും ഏറ്റവും കൂടുതൽ ടൈറ്റ് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ കോണ് നല്ല രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുക.
ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. യാതൊരുവിധ ഡാമേജസ് ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല പക്ക കറക്റ്റായിട്ട് വന്നു. തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പഴയ പേസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇല്ലെന്നെനിക്ക് പ്രോപ്പറായിട്ട് അടയത്തില്ല. അപ്പോൾ അടുത്ത ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ഇതാണ് മദർ ബോർഡ് ഇരിക്കുന്ന സ്ഥലം. നമുക്ക് സ്ക്രൂക്കളൊക്കെ മദർ ബോർഡ് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇത് സബ് ബോർഡ് എന്ന് പറയും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, മൊബൈൽ പൊളിച്ച് കാണിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഇന്ന് കവർ അടക്കുന്ന രീതി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഈ ഫോണെന്ന് പറയുന്നത് വാട്ടർ ഡാമേജ് ആയിട്ട് വന്ന ഒരു ഫോണാണ്. വേറെ ഇഷ്യൂസൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. SMD ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീഫിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വാട്ടർ വെള്ളം വീണത് കാരണം ഒന്ന് ക്ലീൻ ചെയ്യുക, സർവീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഫോണില്ല. അപ്പോൾ വാട്ടർ ഡാമേജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മദർ ബോർഡ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഗ്ലാസ് റിമൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.